പ്രൈസ് ലോർഡ്. നമ്മുടെ ബൈബിൾ പുസ്തകങ്ങൾ കൂടെയുള്ളതായ യാത്രയിലേക്ക് നിങ്ങളെ എല്ലാവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത് സങ്കീർത്തന പുസ്തകങ്ങളാണ്. സങ്കീർത്തനങ്ങൾ പലർ എഴുതിയെങ്കിൽ തന്നെയും ഇസ്രായേലിൻ്റെ മധുര ഗായകനായ ദാവീദാണ് കൂടുതലും എഴുതിയത് എന്ന് നമ്മൾ അവിടെ പഠിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ പഠിക്കുന്നത് അതിൻ്റെ അടുത്ത പുസ്തകം സദൃശ്യവാക്യങ്ങളാണ്. സദൃശ്യവാക്യങ്ങൾ പഠിക്കുമ്പോൾ തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും നമ്മൾ പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെ ഉണ്ട്. എങ്കിൽ മാത്രമേ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും ഒക്കെ നമ്മൾക്ക് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ അർത്ഥങ്ങൾ പൂർണ്ണമായിട്ട് അത് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധ്യമാകുകയുള്ളൂ. ഒന്നാമതായിട്ട് ഇത് ആരാണ് ഈ സദൃശ്യവാക്യ പുസ്തകം എഴുതിയത് എന്ന് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഇൻട്രഡക്ഷനിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. 1-ാം അധ്യായത്തിൽ ഇസ്രായേൽ രാജാവായി ദാവീദിൻ്റെ മകനായ ശലോമോൻ്റെ സദൃശ്യവാക്യങ്ങൾ എന്ന് തുടങ്ങിക്കൊണ്ടാണ് ഈ സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം ആരംഭിക്കുന്നത്. എന്നാൽ തുടർച്ചയായിട്ട് നമ്മൾ വായിക്കുമ്പോൾ ഇത് മറ്റ് ചിലർ കൂടെ ഇതിൽ ഭാഗവാക്കായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ശലോമോൻ്റെ സദൃശ്യവാക്യങ്ങൾ തന്നെ പലപ്പോഴായിട്ട് പറഞ്ഞു എങ്കിൽ തന്നെയും അത് അന്നേരം തന്നെ എഴുതിയതായിട്ട് കാണുന്നില്ല. എന്നാൽ പല സന്ദർഭങ്ങളായിട്ട് പലർ അതിൻ്റെ ഒരു കളക്ഷനായിട്ട് എടുത്തുകൊണ്ട് അത് കളക്ട് ചെയ്തുകൊണ്ട് പിന്നീട് എഴുതിയിട്ടുള്ള ചരിത്രവും നമ്മൾക്ക് ഇതിനിടയിൽ കാണുവാനായിട്ട് സാധിക്കും. അത് നമ്മൾ ഈ പുസ്തകത്തിൽ കൂടെ മുന്നോട്ട് പോകുമ്പോൾ ആ ഭാഗങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കാം വിശദമായിട്ട്. അതിനു മുമ്പായിട്ട് ശലോമോനെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ ആരാണ് ഈ ശലോമോൻ? ഇസ്രായേലിൻ്റെ മധുര ഗായകനായിരുന്ന ദാവീദ് മഹാരാജാവിൻ്റെ മകനായിട്ട് ജനിച്ചതായ ശലോമോൻ അടുത്ത ഇസ്രായേൽ രാജ്യത്തിൻ്റെ മഹാരാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെടുന്നു. അപ്പോൾ തികച്ചൊരു ബാലകനായിരുന്ന ആ ശലോമോൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ പ്രസാദമാകുന്നതായ ഒരു നിലയിലേക്ക് എത്തുകയും ദൈവം അവന് ഒരു സ്വപ്നത്തിൽ പ്രത്യക്ഷനാകുകയും അവൻ്റെ ജീവിതത്തിൽ എന്താണ് ആഗ്രഹമെന്ന് ചോദിച്ചപ്പോൾ വെള്ളിയോ പൊന്നോ മറ്റ് സമ്പത്തുക്കളോ ഒന്നും തന്നെ ചോദിക്കാതെ ഈ ജനത്തെ ഭരിക്കുവാൻ ഒരു രാജാവായിട്ട് വരുമ്പോൾ അതിനുള്ളതായ കൃപയും ജ്ഞാനവും എനിക്ക് വേണം എന്ന് പറഞ്ഞതുകൊണ്ട് അതിൻ്റെ മധ്യത്തിൽ ദൈവം അവനെ ജ്ഞാനികളുടെ ജ്ഞാനിയാക്കി തീർക്കുകയും അതോടൊപ്പം തന്നെ ചേർന്നുള്ള എല്ലാവിധമായ സമ്പത്തുക്കളും അതുപോലെ തന്നെ ജീവിതത്തിലെ ഉയർന്ന അനുഭവങ്ങളൊക്കെ വാഗ്ദാനം ചെയ്തുകൊണ്ട് അങ്ങനെ അവനെ അനുഗ്രഹിക്കുന്നതായിട്ടാണ് നമ്മൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അത് 1 രാജാക്കന്മാർ 3:9 ആ ഭാഗം. അത് നമ്മൾ നേരത്തെ പഠിച്ചതായതുകൊണ്ട് ആ വിഷയത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നില്ല. ഇത് ശലോമോനെക്കുറിച്ച് നോക്കുമ്പോൾ ശലോമോൻ എന്താണ് ഈ സദൃശ്യവാക്യങ്ങൾ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്? സദൃശ്യവാക്യം എന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നതായ മഹത്തായ ആശയങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചുരുക്കം, അതിൻ്റെ ഒരു സമ്മറി 1-2 വാചകങ്ങൾ പറയുന്നത് ആണ് സദൃശ്യവാക്യം എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ ശലോമോൻ ജീവിതത്തിൻ്റെ വിവിധങ്ങളായ തുറകളിലുള്ളതായ അനുഭവങ്ങളെക്കുറിച്ച് സദൃശ്യവാക്യങ്ങളായിട്ടാണ് ഇവിടെ എഴുതുന്നത്. 1 രാജാക്കന്മാർ 4-ാം അധ്യായത്തിൻ്റെ 32 മുതൽ 34 വരെയുള്ളതായ വാക്യങ്ങൾ അവിടെ വായിക്കുമ്പോൾ ശലോമോൻ എത്ര സദൃശ്യവാക്യം എഴുതി എന്ന് കാണുന്നുണ്ട്. അവിടെ പറയുന്നത് ശലോമോൻ 3000 സദൃശ്യവാക്യം പറഞ്ഞു. അപ്പോൾ ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ജീവിതത്തിൽ അഭിവൃദ്ധി പ്രാപിക്കേണ്ടതിനും തോറ്റുപോകാതെ മുന്നോട്ട് പോകുന്നതിനും ഒക്കെയുള്ളതായ സദൃശ്യവാക്യങ്ങൾ ഒക്കെ പറഞ്ഞു എന്നാണ് അവിടെ നമ്മൾക്ക് കാണുന്നത്. അവൻ്റെ ഗീതങ്ങൾ 1005 ആയിരുന്നു എന്ന് നമ്മൾക്ക് ഇവിടെ എഴുതിയിരിക്കുന്നു. 1005 ഗീതങ്ങൾ അവന് എഴുതി. ഗീതങ്ങളെന്ന് പറയുമ്പോൾ
വേദപുസ്തകത്തിൽ നമ്മൾ നോക്കുമ്പോൾ ശലോമോൻ എഴുതിയ ഒരു ഗീതമാണ് ഉത്തമ ഗീതം എന്ന് പറയുന്നത്. അത് നമ്മൾക്ക് പരിചയമുള്ളതാണ്. അത് വീണ്ടും നമ്മൾ പുറകാലെ പഠിക്കുന്നതായിരിക്കും. അതുമാത്രവുമല്ല, ആ ഭാഗത്ത് തന്നെ പറഞ്ഞിരിക്കുന്നത് ലെബാനോനിലെ ദേവദാരു തൊട്ട് സകല ജീവജാലങ്ങളെക്കുറിച്ചൊക്കെ അവൻ അനേക പുസ്തകങ്ങൾ എഴുതി എന്നാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നും ഷേബ രാജ്ഞി ഉൾപ്പെടെ പലരും യെരുശലേമിലേക്ക് കടന്നു വന്ന് ശലോമോൻ്റെ ജ്ഞാനം കേൾക്കുവാനും അവൻ്റെ ജ്ഞാനം മൂലം അവിടെ പ്രാവർത്തികമാക്കിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഗ്രഹിക്കുവാനുമായിട്ട് കടന്നു വന്നു എന്ന് നമ്മൾ വേദപുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഈ പുസ്തകങ്ങളെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ സങ്കീർത്തന പുസ്തകമെന്ന് പറയുന്നത് സ്തുതിയുടെയും സ്തോത്രത്തിൻ്റെയും ആരാധനയുടെയും പുസ്തകമാണ് എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ സദൃശ്യവാക്യം എന്ന് പറയുമ്പോൾ അത് അനുഭവങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞതായ ശ്രേഷ്ഠമായ അതിൻ്റെ ജീവിത ലൈഫ് പ്രിൻസിപ്പിളാണ്, അതിൻ്റെ സമ്മറിയാണ്. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അങ്ങനെ പ്രാവർത്തികമാക്കിയാൽ ജീവിതത്തിൻ്റെ എല്ലാ ഏടുകളിലും എന്ന് പറഞ്ഞാൽ ശൈശവപ്രായം, കൗമാരകപ്രായം, അതിനുശേഷമായിട്ട് മധ്യവയസ്കർ, പ്രായമുള്ളവർ, അങ്ങനെ പല പ്രായത്തിലുള്ളവർക്കുള്ളതായ അഡ്വൈസുകൾ, പ്രിൻസിപ്പിൾസ് ഇവിടെ ഈ ശലോമോൻ സദൃശവാക്യത്തിൽ നൽകിയിട്ടുണ്ട് എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ പല തുറകൾ എന്ന് പറയുമ്പോൾ ജീവിതത്തിലെ മാതാപിതാക്കളോട് എങ്ങനെ ഇടപെടണം, സഹോദരി സഹോദരന്മാരോട് എങ്ങനെ ഇടപെടണം, കൂട്ടുകാരോട് എങ്ങനെ ഇടപെടണം, സഹപ്രവർത്തകരോട് എങ്ങനെ ഇടപെടണം, നമ്മളുടെ ജീവിതത്തിൽ ഈ ലോകത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യണം, സെൽഫിഷായിട്ട് ഇരിക്കുന്നതോ അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യാതെ ഇരിക്കുന്നതോ അതിനെക്കുറിച്ചുള്ളതായ ഭവിഷ്യത്തുകൾ ഒക്കെ ഇതിനകത്ത് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ തുറകളിലേക്ക് വെളിയിലേക്ക് കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ മറ്റ് ഏടുകളിലേക്ക് കടക്കുമ്പോൾ ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം, വിവാഹ ജീവിതത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞ് എങ്ങനെയായിരിക്കണം, ആ സമയത്ത് മറ്റുള്ളവരുമായുള്ള ഇടപാടുകൾ എങ്ങനെയായിരിക്കണം, വിവാഹത്തിൻ്റെ നിർമ്മലത, വിവാഹത്തിൽ കൂടെയുള്ളതായ വിജയം, ഇതൊക്കെ കുടുംബജീവിതത്തിലുള്ളതായ വിജയം, ഇതിനെക്കുറിച്ചുള്ളതായ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് സദൃശ്യവാക്യങ്ങൾ കൂടെ ഈ ശലോമോൻ ഈ പുസ്തകത്തിൽ പല ഭാഗങ്ങളിലായിട്ട് പറഞ്ഞിരിക്കുന്നത് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ശലോമോൻ എഴുതിയതായ പുസ്തകമായിട്ട് സദൃശ്യവാക്യങ്ങളെ നാം കാണുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മിക്ക ഭാഗങ്ങളും. ശലോമോൻ്റെ മറ്റ് പുസ്തകങ്ങൾ ബൈബിളിൽ കാണുവാനുള്ളത് സഭാപ്രസംഗിയും ഉത്തമഗീതവുമാണ്. മറ്റൊരു പുസ്തകം ശലോമോൻ എഴുതിയത് സഭാപ്രസംഗി എന്നുള്ളതായ പുസ്തകമാണ്. നമ്മൾ പലരും അത് വായിച്ചിട്ടുള്ളതാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എല്ലാം മായ അല്ലെങ്കിൽ മനുഷ്യരുടെ ഭോഷത്വത്തെക്കുറിച്ചാണ്. അവിടെ എങ്ങനെ നമ്മൾക്ക് വിജയം കരയറ്റുവാനായിട്ട് സാധിക്കും, ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക എന്നുള്ളതാണ് അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിന് ശേഷമായിട്ട് വീണ്ടും താൻ എഴുതിയായ ഒരു പുസ്തകമാണ് ബൈബിളിലുള്ളതായ ഉത്തമഗീതം എന്ന് പറയുന്നത്. അവിടെ സ്നേഹത്തെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ഒടുവിൽ പറയും. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നിവ മൂന്നും വലുതാകുന്നു. അതിൽ ഏറ്റവും വലിയത് സ്നേഹം തന്നെ എന്ന് പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ ശലോമോനും പറഞ്ഞിരിക്കുന്നത് സ്നേഹമാണ് ഏറ്റവും വലിയത്. അതിനെക്കുറിച്ച് തന്നെയാണ് ഈ ഉത്തമഗീതം എന്ന പുസ്തകത്തിലും എഴുതിയിരിക്കുന്നത്. ഈ സദൃശ്യവാക്യങ്ങൾ ശലോമോൻ്റേത് ആണ് എന്ന് പറയുമ്പോൾ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ജ്ഞാനികളുടെ ജ്ഞാനി ശലോമോൻ മാത്രമാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ മധുര ഗായകനായ ദാവീദിൻ്റെ സങ്കീർത്തനങ്ങൾ മിക്കവാറും ഉള്ളതുപോലെ തന്നെ ഇതിലുള്ളതായ മിക്കവാറും എല്ലാ സദൃശ്യവാക്യങ്ങളും അത് ശലോമോൻ്റെ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. എന്നാൽ അതിൽ ചില വ്യത്യാസങ്ങൾ ഇവിടെ ഞാൻ സൂചിപ്പിക്കട്ടെ. നമ്മൾ ടോട്ടൽ 31 അധ്യായങ്ങളുള്ളതായ ഈ സദൃശ്യവാക്യങ്ങളുടെ പുസ്തകത്തിൽ
നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് 1 മുതൽ 24 വരെയുള്ളതായ അധ്യായങ്ങൾ ശലോമോൻ എഴുതി എന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഓരോ തലക്കെട്ടുകളായിട്ട് 2 ഭാഗങ്ങളിലായിട്ട് എഴുതിയിട്ടുണ്ട്. അതാദ്യമായിട്ട് മക്കൾ ഒരു ഭവനത്തിൽ മാതാപിതാക്കളോട് എങ്ങനെ ഇടപെടണം എന്നുള്ളതായ ആദ്യത്തെ ഭാഗവും, രണ്ടാമത് നമ്മൾ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ എങ്ങനെ വർത്തിക്കണം എന്നുള്ളതായ കാര്യവുമാണ് ആ 24 വരെയുള്ളതായ വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ 25 മുതൽ 29 വരെയുള്ളതായ അധ്യായങ്ങൾ വേറൊരു തലക്കെട്ടിലാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ശലോമോൻ പറഞ്ഞത് പിന്നീട് ഹിസ്കിയ രാജാവിൻ്റെ കാലത്ത് കളക്ട് ചെയ്ത് എഴുതി എന്ന് പറഞ്ഞാൽ ശലോമോൻ അനേക സദൃശ്യവാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ അത് എഴുതി വച്ചിട്ടില്ലായിരുന്നു. എന്നാൽ ഹിസ്കിയ രാജാവിൻ്റെ കാലത്ത് പല വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ അതൊരു കളക്ഷനായിട്ട് എടുത്ത് ഒന്നിച്ച് എഴുതിയതായിട്ടാണ് ആ 25 മുതൽ 29 വരെയുള്ളതായ സദൃശ്യവാക്യങ്ങളെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത്. 30-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ആഗൂറിൻ്റെ വചനം എന്ന് എഴുതിയിരിക്കുന്നു. ആഗൂർ എന്ന് പറയുന്നതായ ആൾ ഈ എഴുതിയായ ഈ സദൃശ്യവാക്യ ഭാഗങ്ങളാണ് 30-ാമത്തെ അധ്യായത്തിൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 31-ാമത്തെ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ലെമുവേലിൻ്റെ പേരിലാണ് അത് എഴുതിയിരിക്കുന്നത്. ലെമുവേൽ എന്ന് പറയുന്നത് ശലോമോൻ്റെ മറ്റൊരു വീട്ടിൽ വിളിക്കുന്ന ഒരു സർനെയിം ആയിരുന്നു എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. ആ ശലോമോൻ്റെ ബുദ്ധിമതിയായ അമ്മ അവന് പറഞ്ഞു കൊടുത്തതായ വചനങ്ങൾ ഒക്കെ, നീ എങ്ങനെ ഒരു നല്ല രാജാവായിരിക്കണം, എങ്ങനെ ജീവിതത്തിൽ വിജയം പ്രാപിക്കണം, ജീവിതത്തിലെ നല്ല കാര്യങ്ങളൊക്കെ എങ്ങനെ തുടർന്നു പോകണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തൻ്റെ അമ്മ ഈ തൻ്റെ മകനെ വിളിച്ചിട്ട് ഈ ഓമന പേര് വിളിച്ചുകൊണ്ട് ലെമുവേലിനോട് പറഞ്ഞതായ വാക്യങ്ങളൊക്കെ ശലോമോൻ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കാര്യങ്ങളാണ് ആ ഒടുവിലത്തെ വാക്യത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒരു പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഭാഷാശൈലി നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നമ്മുടെ പഠനത്തിന് വളരെ പ്രയോജനം ചെയ്യും. ഇവിടെ സദൃശ്യവാക്യം എന്ന് പറയുന്നത് ബൈബിളിലെ കാവ്യ ഭാഷകളിൽ എഴുതിയിരിക്കുന്നതായ ഒരു പുസ്തകമാണ്. കാവ്യ ഭാഷ എന്ന് പറയുമ്പോൾ ഒരു പോയം അല്ലെങ്കിൽ പദ്യ രൂപത്തിൽ എഴുതിയിരിക്കുകയാണ്. പോയം എഴുതുമ്പോൾ അതിൻ്റേതായ ചില നിയമങ്ങളുണ്ട്. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ സദൃശ്യവാക്യത്തിൽ ചെറിയ ചെറിയ വാചകങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മിക്കവാറും 2 ലൈനുകളാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ആദ്യത്തെ ലൈനിൽ അതിൻ്റെ ഒരു ഫാക്റ്റ് എഴുതുന്നു. അതിന് ശേഷമായിട്ട് 2-ാമത്തെ ലൈനിൽ ചിലപ്പോഴൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതിന് എതിരായിട്ടുള്ളതായ അതിൻ്റെ ഫലം എന്താണ്, അത് നമ്മൾ പ്രായോഗികമാക്കുന്നില്ല എങ്കിൽ അതിൻ്റെ എതിരായിട്ടുള്ള കോൺട്രാസ്റ്റ് ആയിട്ടുള്ളതായ ഒരു ലൈനായിരിക്കും അവിടെ ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ സമാന്തരമായ ഒരു രീതിയിൽ ഓരോ സ്റ്റേറ്റ്മെൻറ്റും അതിൻ്റെ റിസൾട്ടും ചില ഭാഗങ്ങളിലൊക്കെ ഈ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിളായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് 10-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ആദ്യത്തെ ലൈനിൽ നമ്മൾ കാണുന്നുണ്ട്, ജ്ഞാനമുള്ള മകൻ അപ്പനെ സന്തോഷിപ്പിക്കുന്നു. അതൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. എന്നാൽ അതിൻ്റെ കോൺട്രാസ്റ്റായിട്ട് 2-ാമത്തെ ലൈനിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഫോഷനായ മകൻ അമ്മയ്ക്ക് വ്യസനഹേതു ആകുന്നു. അങ്ങനെ കോൺട്രാസ്റ്റായിട്ട് 2-ാമത്തെ ലൈനും അങ്ങനെ പാരലായിട്ടുള്ളതായ ലൈനുകൾ ഈ എഴുത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. 11-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പരിഹാസികൾക്ക് ശിക്ഷ അവിടെ കൊടുക്കുന്നതായിട്ടും, അതിൻ്റെ 2-ാമത്തെ ലൈൻ നമ്മൾ നോക്കുമ്പോൾ അതിനെ കോൺട്രാസ്റ്റായിട്ട് നമുക്ക് കാണുന്നത് മൂഢന്മാരുടെ മുതുകിന് വടിയാണ് അതിൻ്റെ റിസൾട്ട്. മൂഢന്മാരായാൽ മുതുകിന് വടി എന്നുമാണ് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെയുള്ളതായ ശൈലികൾ ധാരാളമായിട്ട് നമ്മൾക്ക് ഈ പുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളുടെ പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മൾ എങ്ങനെയൊക്കെ ഇത് പ്രാവർത്തികമാക്കണം, ഇത് നമ്മൾ പ്രാവർത്തികമാക്കാൽ നമ്മളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരും. ദൈവസന്നിധിയിൽ നമ്മൾക്ക് ജ്ഞാനം പ്രാപിക്കുവാനായിട്ട് സാധിക്കും, എങ്ങനെ ജ്ഞാനികൾ ആയിത്തീരുവാനായിട്ട് സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു.
ഇനിയും നമ്മൾക്ക് ഓരോ ചാപ്റ്റേഴ്സായിട്ട് നമ്മൾക്ക് മുന്നോട്ട് പോകുമ്പോൾ അതിനുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങളൊക്കെ സമയോചിതമായി 1 മണിക്കൂറിനുള്ളിൽ ഈ പുസ്തകം തീർക്കുവാൻ വേണ്ടി നമ്മൾക്ക് പരിശ്രമിക്കാം. 1-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 1:7 നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം ആകുന്നു. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്ന ആദ്യത്തെ അധ്യായത്തിൽ തന്നെ എഴുതിയിരിക്കുകയാണ്. 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീണ്ടും നമ്മൾക്ക് കാണുന്നത് 2:6 വാക്യത്തിൽ യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത്, അവൻ്റെ വായിൽ നിന്ന് പരിജ്ഞാനവും വിവേകവും വരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ പരിജ്ഞാനവും വിവേകവും നമ്മൾക്ക് വരുന്നത് അവൻ്റെ വായിൽ നിന്നാണ്, യഹോവയിൽ നിന്നാണ് അത് നമ്മൾക്ക് ലഭിക്കുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ബൈബിളിൽ ശലോമോന് മാത്രമല്ല മറ്റ് പലർക്കും ഈ ജ്ഞാനം ദൈവം നൽകിയിട്ടുണ്ട്. ഈ സമാഗമന കൂടാരത്തിൻ്റെ പണിയുടെ കാര്യങ്ങളൊക്കെ മോശ വന്ന് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ദൈവം പ്രത്യേകമായ ബുദ്ധിയും ജ്ഞാനവും വിവേകവും ഒക്കെ ആ പണിക്കാർക്ക് കൊടുത്ത് ദൈവം അവരെ നടത്തിയതായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. യാക്കോബിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, ഒരുവന് ജ്ഞാനം കുറവാണെങ്കിൽ ഫത്സിക്കാതെ ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിച്ചാൽ അവന് ജ്ഞാനം കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെയും ജീവിതത്തിൽ ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ, എനിക്ക് ജ്ഞാനം വേണമെന്നുള്ളതായ ആഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ അത് നമ്മൾക്ക് നൽകിത്തരും എന്നുള്ളതാണ്. ജ്ഞാനമെന്ന് പറയുമ്പോൾ ജീവിതത്തിൽ വരുന്നതായ പ്രശ്നങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുവാനായിട്ട് സാധിക്കും, ജീവിതത്തിൽ വരുന്നതായ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ തളർന്നു പോകാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ധൈര്യത്തോടെ മുൻപോട്ട് പോകുവാനും എല്ലാ കാര്യങ്ങളെയും വിവേകത്തോടെ കൈകാര്യം ചെയ്യുന്നതിനുള്ളതായ ആ ബുദ്ധിക്കാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ഈ സ്കൂളുകളിലോ കോളേജിലോ ഒക്കെ പോകുമ്പോൾ കിട്ടുന്നത് നോളജ് മാത്രമാണ്. എന്നാൽ പ്രാക്ടിക്കലായിട്ട് ജീവിതത്തിൽ വർദ്ധിക്കേണ്ടതായ ജ്ഞാനം, ജീവിതത്തിൽ വിജയികളായി തീരേണ്ടതിന് ദൈവിക ജ്ഞാനമാണ് ആവശ്യമുള്ളത് എന്നാണ് ശലോമോൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 3-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ യഹോവയെ നിൻ്റെ ധനം കൊണ്ടും ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്കുക എന്ന് പറയുന്നു. അപ്പോൾ ദൈവത്തെ നമ്മൾ ബഹുമാനിക്കണം. ആ ദൈവത്തെ ബഹുമാനിക്കുന്നതിനുള്ളതായ ഒരു വശമാണ് നമ്മളുടെ ധനം കൊണ്ടും നമ്മളുടെ ആദ്യ ഫലം കൊണ്ടും ദൈവത്തെ നമ്മൾ ബഹുമാനിക്കണമെന്ന് പറയുമ്പോൾ ദൈവസന്നിധിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ നമ്മളുടെ ഇംഗത്തിൻ്റെ ഒരു ഭാഗം ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചാൽ ദൈവസന്നിധിയിൽ അത് നന്ദി കരയറ്റുന്നതായ ഒരു അനുഭവമായിട്ടാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുമൂലം നമ്മൾ അനുഗ്രഹിക്കപ്പെടും എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ 4-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ മറ്റൊരു സദൃശവാക്യം ആണ് അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവിടെ ദുഷ്ടന്മാരുടെ പാതയിൽ നീ ചെല്ലരുത്, ദുർജനത്തിൻ്റെ വഴിയിൽ നിൽക്കരുത് എന്ന് പറയുന്നു. അപ്പോൾ ദുർജനത്തിൻ്റെ പാതയിൽ നീ ചെല്ലരുത്, അവരുടെ വഴിയിൽ നീ നിൽക്കരുത്. പലപ്പോഴും പലരും എക്സ്ക്യൂസായിട്ട് പറയുന്നതായ ഒരു കാര്യമുണ്ട്, ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ ഒന്നിലും ഇൻവോൾവ് ചെയ്യുന്നില്ല, ഞാൻ അവിടെ പോയത് കൊണ്ട് എന്താണ് പ്രശ്നം എന്നുള്ളതായ ചോദ്യം ചോദിക്കുന്ന അനേകരെ ഈ ലോകത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ റോങ് പ്ലേസ് റോങ് ടൈമിൽ ചെന്നിട്ടുള്ളതായ ആളുകൾ പലരും പ്രശ്നങ്ങളിൽ അകപ്പെട്ടതായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, ടീനേജ് സമയങ്ങളിൽ കൂട്ടുകാരൊക്കെ കൂടി രാത്രി സമയങ്ങളിൽ യാത്ര ചെയ്തതായ നമ്മൾക്കറിയാവുന്ന പല കേസുകൾ നമ്മൾക്കറിയുവാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ അവർ നല്ലവരായിരുന്നു, അവർക്ക് യാതൊരു ഇൻവോൾവ്മെൻ്റ് ഇല്ലാത്ത കാര്യത്തിൽ കൂടെ നിൽക്കുന്ന ഒരാൾ ഒരു റോങ്ങായിട്ടുള്ള പ്രവൃത്തി ചെയ്ത് ഒരു ക്രൈം ചെയ്താൽ അവിടെ പ്രസൻ്റായിരിക്കുന്ന എല്ലാവരും അതിന് ഉത്തരവാദിയാണ്. അങ്ങനെ നിർദോഷികളും പരമാർത്ഥികളും ആയിരുന്നായ പല ആൾക്കാരും പ്രശ്നത്തിൽ അകപ്പെട്ടതായ ചരിത്രം നമ്മളുടെയൊക്കെ ഓർമ്മയിലേക്ക്
ഓടിവരും നമ്മൾ ചുറ്റുപാടും ഒന്ന് നോക്കിയാൽ. അതുകൊണ്ടാണ് ഈ രാത്രി സമയങ്ങളിലും റോങ് ടൈമിലും റോങ് പ്ലേസിലും നമ്മൾ പോവുകയും അവരോട് കൂടെ സംസർഗം ഉണ്ടാകുകയും ചെയ്യരുത് എന്നുള്ളത് ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് നല്ല ഒരു പാഠമാണ്. നമ്മൾ വളരെ വേഗം നമ്മളുടെ യാത്ര ഈ പുസ്തകത്തിൽ കൂടെ മുൻപോട്ട് പോവുകയാണ്. 1 മണിക്കൂറിനുള്ളിൽ നമ്മൾക്ക് ഈ പുസ്തകം കവർ ചെയ്യണമല്ലോ. അതുകൊണ്ട് 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. 6-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 11 വരെയുള്ളതായ വാക്യങ്ങളിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് മടിയന്മാരായിട്ട് ഇരിക്കരുത്, നമ്മൾ എല്ലായ്പ്പോഴും ഉത്സാഹമുള്ളവരായിരിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവം തരുന്നതായ ആരോഗ്യം, ദൈവം തരുന്നതായ ബുദ്ധി, ജ്ഞാനം ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഉത്സാഹത്തോടുകൂടെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. അത് പ്ലാൻ ചെയ്യേണ്ടതായിട്ടുള്ളതായ ആവശ്യമാണ്. ഉറുമ്പിൻ്റെ കഥ നമ്മൾ നോക്കുമ്പോൾ ഉറുമ്പ് വളരെ യാന്ത്രികമായ ബലഹീനമായ ഒരു ജീവിയാണ്. എന്നാൽ അത് വളരെ പെർഫെക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ക്ഷാമകാലത്തേക്ക് ആഹാരം അത് സമ്പാദിച്ച് വെക്കുന്നു. വെളിയിൽ പോകാൻ പറ്റാത്ത അവസരങ്ങളിൽ പോലും അവരുടെ ജീവിതം നയിക്കേണ്ടതിന് ആഹാരമൊക്കെ സമ്പാദിച്ച് വയ്ക്കുന്നു വരിയായിട്ട് അത് നടക്കുന്നു എന്നുള്ളതായ കാര്യങ്ങളൊക്കെ അവിടെ എഴുതിയിരിക്കുന്നതായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ഇന്നത്തെ കൾച്ചറിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പല പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറകളൊക്കെ നല്ല ജോലികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അവരുടെ ഇൻകത്തിൽ നിന്നും ഒന്നും സേവ് ചെയ്യാതെ കിട്ടുന്നത് അതിന് മുമ്പ് തന്നെ കടമാക്കി തീർക്കുന്നതായ ഒരു പാറ്റേൺ ലൈഫ് സ്റ്റൈലിലേക്കാണ് പലരും കടന്നു പോകുന്നത്. എന്നാൽ നമ്മൾ ദൈവവചനപ്രകാരം ജീവിച്ച് ഈ ഉറുമ്പിൻ്റെ ബുദ്ധി പോലെ തന്നെ ദുർഭിക്ഷ കാലം വരുമ്പോൾ അല്ലെങ്കിൽ പ്രയാസമുള്ളതായ കാര്യം വരുമ്പോൾ അവിടെ നമ്മളെ സസ്റ്റെയിൻ ചെയ്യുവാൻ വേണ്ടി നമ്മളുടെ കയ്യിൽ ഒരു സേവിങ്സ് ഉണ്ടായിരിക്കണം എന്നുള്ളത് ഉറുമ്പിൻ്റെ കഥയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. 7-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ബി ഫെയ്ത്ത്ഫുൾ ഇൻ ദ മാരേജ് ലൈഫ് എന്നുള്ളതാണ്. മാരേജ് ലൈഫിൽ ഫെയ്ത്ത്ഫുൾ അല്ലാത്തവർക്ക് ഫെയിലിയർ എല്ലായ്പ്പോഴും ഉണ്ടാകും എന്നുള്ളത് ശലോമോൻ തൻ്റെ അനുഭവത്തിൽ നിന്നും പഠിപ്പിക്കുകയാണ്. 8-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 27 മുതൽ 30 വരെയുള്ളതായ വാക്യങ്ങൾ അവിടെ നമുക്ക് കാണുന്നത് പുരാതനായ ദൈവത്തെക്കുറിച്ചാണ്. പുരാതനായ ദൈവം 8-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം മുതൽ ഇവിടെ എഴുതിയിരിക്കുന്നതായ വാക്യങ്ങൾ ശ്രദ്ധേയമാണ്. അവൻ ആകാശത്തെ ഉറപ്പിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ ആഴത്തിൻ്റെ ഉപരിഭാഗത്ത് വൃത്തം വരച്ചപ്പോഴും അവൻ മീതെ മേഘങ്ങളെ ഉറപ്പിച്ചപ്പോഴും ആഴത്തിൻ്റെ ഉറവുകൾ തടിച്ചപ്പോഴും വെള്ളം അവൻ്റെ കൽപ്പനയെ അതിക്രമിക്കാതെ വണ്ണം അവൻ സമുദ്രത്തിന് അതിർവച്ചപ്പോഴും ഭൂമിയുടെ അടിസ്ഥാനമിട്ടപ്പോഴും ഞാൻ അവിടെ അവൻ്റെ അടുക്കൽ ശില്പിയായിരുന്നു. ഇടവിടാതെ അവൻ്റെ മുമ്പിൽ വിനോദിച്ചുകൊണ്ട് ദിനംപ്രതി അവൻ്റെ പ്രമോദമായിരുന്നു എന്നുള്ളതായ വാക്യം നമ്മളിവിടെ കാണുമ്പോൾ അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചാണ് താൻ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇയ്യോബിൻ്റെ പുസ്തകത്തിലും ഈ വാക്യങ്ങൾ നമ്മൾക്ക് ഇതുപോലെ തന്നെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചത് നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ സ്രഷ്ടാവിൽ നമ്മൾ വിശ്വസിക്കണം. നമ്മൾക്കറിയാവുന്നതിൽ അധികമായിട്ട് ഈ ലോകത്തിലെ ശാസ്ത്രജ്ഞന്മാരൊക്കെ ഈ ഭൂമിയുടെ കിടപ്പും ഭൂമിയുടെ അത് സൂര്യനെ ചുറ്റും ഓടുന്നതും ഭൂമിയുടെ അച്ചുതണ്ടിന്മേൽ കറങ്ങുന്നതുമൊക്കെ വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ഇതൊക്കെയും മനസ്സിലാക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ ഇതൊക്കെയും നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിരുന്നു എന്നുള്ളതായ ഒരു സത്യമോർക്കുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്നതിന് നമ്മൾക്ക് യാതൊരു പ്രശ്നവും പ്രയാസവും വരികയില്ല. ഈ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ശലോമോൻ ഇവിടെ തൻ്റെ ജ്ഞാനത്തിൽ കൂടെ ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ജ്ഞാനത്തിൽ കൂടെ ഇവിടെ എഴുതിയിരിക്കുകയാണ്. 9-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ അതിൻ്റെ 10-ാമത്തെ വാക്യം നമ്മൾക്ക് കാണുന്നത് യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭവും പരിശുദ്ധനെക്കുറിച്ചുള്ളതായ പരിജ്ഞാനം വിവേകവും ആകുന്നു.
യഹോവ ഭക്തി എന്ന് പറയുന്നത് ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. അതുമാത്രമല്ല ആ പരിശുദ്ധനെക്കുറിച്ചുള്ളതായ പരിജ്ഞാനം വിവേകവുമാണ്. നമ്മൾ സേവിക്കുന്നത് ഒരു പരിശുദ്ധനായ ദൈവത്തെയാണ്. ആ പരിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വിശുദ്ധിയോട് കൂടെ മാത്രമേ നമ്മൾക്ക് ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുവാനായിട്ട് സാധ്യമാകുകയുള്ളൂ എന്നുള്ളതായ സത്യം. നമ്മൾ ദൈവസന്നിധിയിലേക്ക് ചെല്ലുവാൻ അർഹത ഉള്ളവരായിരുന്നില്ല, അല്ലെങ്കിൽ പാപികളായിരുന്നു എല്ലാവരും. എന്നാൽ യേശുവിൻ്റെ രക്തത്താൽ നമ്മളെ കഴുകി ശുദ്ധീകരിച്ച് കഴിയുമ്പോൾ ആ വിശുദ്ധീകരണത്തോടുകൂടെ കൃപാസനത്തോളം അടുത്ത് ചെല്ലുവാൻ നമ്മൾക്ക് പദവി ഉണ്ടാകുമ്പോൾ ആ പദവി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ അടുത്ത് ചെല്ലുവാൻ തക്കവണ്ണം നമ്മൾ എല്ലായ്പ്പോഴും പ്രാഗൽഭ്യമുള്ളവർ ആയിരിക്കണം എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 10:5 വീണ്ടും വേനൽക്കാലത്ത് ശേഖരിച്ച് വയ്ക്കുക, കൊയ്ത്തുകാലത്ത് ഉറങ്ങരുത് എന്ന് പറയുന്നു. അത് മടിയന്മാരായിട്ട് ഇരിക്കരുത് എന്നുള്ളതായ കാര്യമാണ് വീണ്ടും ഓർപ്പിക്കുന്നത്. 11-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 11:26 നമ്മൾക്ക് കാണുന്നത് ഇങ്ങനെയാണ്: ധാന്യം പൂട്ടി ഇട്ടുകൊണ്ടിരിക്കുന്നവനെ ജനങ്ങൾ ശപിക്കും, അത് വിൽക്കുന്നവൻ്റെ തലമേലോ അനുഗ്രഹമുണ്ടാകും എന്ന് പറഞ്ഞാൽ, പഴയ മുതലാളിമാരുടെ ഭാഷയിൽ നമ്മൾ നോക്കുമ്പോൾ അന്ന് അവരുടെ പത്തായത്തിലൊക്കെ ധാന്യം നിറച്ച് ഇട്ടിട്ട് ചുറ്റുപാടുമുള്ളവർ കഷ്ടതയും പട്ടിണിയും കൊണ്ട് മരിക്കുമ്പോൾ അവർ ഒന്നും കൊടുക്കാതെ, വിലയ്ക്ക് പോലും കൊടുക്കാതെ അവർ നശിച്ചു പോകുന്നതിൽ പ്രയാസമില്ലാതെ സുഖമായി ജീവിക്കുന്നതായ പണക്കാരെ നമ്മൾക്ക് പഴയ കാലങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും. ഇന്നും നമ്മൾക്ക് ഇതിൻ്റെ ആത്മീയ അർത്ഥം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു രീതിയിൽ ചിന്തിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നത് ഈ ഓരോ മണികളായിട്ടാണ്, കോതമ്പ് മണികളായിട്ടാണ് ബൈബിളിൽ വിവരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവത്തെ അറിയുന്നതായ ദൈവമക്കൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം ഹൃദയങ്ങളിൽ സംഗ്രഹിച്ചിരിക്കുന്നവർ അവിടെ പൂട്ടിയിട്ടുകൊണ്ടിരിക്കാതെ നമ്മളറിയാവുന്നതായ വചനം നമ്മളുടെ ചുറ്റുപാടുമുള്ളവർക്ക്, കൂട്ടുകാർക്ക്, നമ്മളോട് കൂടെ വർക്ക് ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ നമ്മുടെ എവിടെയൊക്കെ നമ്മൾക്ക് കണക്ഷനോ ഇൻഫ്ലുവൻസോ ഉണ്ടോ അവിടെയൊക്കെയും ഈ ധാന്യങ്ങൾ വിതറിക്കൊടുക്കണം. അത് അതിൻ്റെ അതാത് സമയങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ പ്രയോജനപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. നിൻ്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നവർക്ക് പാപം കൂടാതെ ജീവിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ ധാന്യം പൂട്ടിയിട്ടുകൊണ്ടിരിക്കാതെ അത് വിതറുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം. നിൻ്റെ അപ്പത്തെ വെള്ളത്തിൻ്റെ മേൽ എറിയുക എന്ന് പറയുമ്പോൾ ഉടനെയുള്ളതായ റിസൾട്ട് ഒന്നും കാണാതെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. മറ്റുള്ളവർ നമ്മളെ കളിയാക്കുന്ന രീതിയിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വചനപ്രകാരം ഈ ധാന്യങ്ങൾ വിതറുക അതതിൻ്റെ സമയത്ത്, ആ മഴ പെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരാവശ്യത്തിൻ്റെ മധ്യത്തിൽ ആ ഹൃദയത്തിൻ്റെ മണ്ണ് പാകമായി കഴിയുമ്പോൾ അത് പൊട്ടി മുളച്ച് വളർന്ന് നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളായി തീരുവാനായിട്ട് സാധിക്കും എന്നുള്ളതിന് സംശയമില്ല. പ്രൈസ് ഗോഡ്, ദൈവത്തിന് സ്തോത്രം. 12-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതിൻ്റെ 4-ാമത്തെ വാക്യം സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതായ ഒരു വാക്യമാണ്. സ്ത്രീകൾക്ക് അവഗണന ഉണ്ടായിരുന്നതായ ഒരു കാലമായിരുന്നു പഴയ നിയമം എന്ന് പറയുന്നത്. സമൂഹത്തിൽ ഒരു പ്രോപ്പർട്ടിയായിട്ട് മാത്രം ആണ് സ്ത്രീകളെ കണക്കാക്കിയിരുന്നത്. എന്നാൽ 4-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് സാമർഥ്യമുള്ള സ്ത്രീ ഭർത്താവിന് ഒരു കിരീടം എന്ന് സ്ത്രീകളെ നല്ല സ്ഥാനം കൊടുത്തുകൊണ്ടാണ് ഇവിടെ ശലോമോൻ പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രൈസ് ഗോഡ്. 13-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, വചനത്തെ നിന്ദിക്കുന്നവൻ അതിന് ഉത്തരവാദി, കൽപ്പനയെ ഭയപ്പെടുന്നവനോ പ്രതിഫലം പ്രാപിക്കുന്നു. വചനത്തെ നിന്ദിക്കുന്നവൻ അതിന് ഉത്തരവാദിയാണ്. ദൈവത്തിൻ്റെ വചനം നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ജോലി. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ഇന്ന് ലോകത്തിൽ എവിടെയും എല്ലാവരുടെയും ഹൃദയത്തിലും അവരുടെ കണ്ണിന് മുൻപിലും അവരുടെ മനസ്സിലും അവരുടെ ചെവിയിലും ഇങ്ങനെ വചനം എല്ലായ്പ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ കേൾക്കുന്ന വചനം, കാണുന്നതായ വചനം, അതിനെ ഒരുവൻ നിന്ദിച്ച് കളഞ്ഞാൽ അവൻ തന്നെയാണ് അതിന് ഉത്തരവാദി.
പറയേണ്ടത് നമ്മളുടെ ചുമതലയാണ്, വചനം കൊടുക്കേണ്ടത് നമ്മളുടെ ചുമതലയാണ്, അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് നമ്മളുടെ ചുമതലയാണ്. എന്നാൽ വചനത്തെ നിന്ദിക്കുന്നവൻ അതിന് ഉത്തരവാദി. കൽപ്പനയെ ഭയപ്പെടുന്നവനോ പ്രതിഫലം പ്രാപിക്കുന്നു. ദൈവകൽപ്പന എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം വാരി വിതറുക എന്നുള്ളതാണ്. അതിനുള്ളതായ പ്രതിഫലം ദൈവമാണ് നൽകുന്നത് എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 14-ാം അധ്യായത്തിലേക്ക് നമ്മൾക്ക് കടന്നു വരാം. 14-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം നമ്മൾക്ക് എല്ലാവർക്കും പരിചയമുള്ള വാക്യങ്ങളാണിത്. എങ്കിൽ തന്നെയും ഈ പുസ്തകം പഠിക്കുമ്പോൾ ഓരോ വാക്യങ്ങൾ അവിടെ ഇടങ്ങളിലായിട്ട് ചിന്തിക്കാം. ബാക്കിയുള്ളത് നിങ്ങൾക്ക് സമയമെടുത്ത് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാവുന്നതാണ്. 26-ാമത്തെ വാക്യം വായിക്കുന്നത്, യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്, അവൻ്റെ മക്കൾക്കും ശരണമുണ്ടാക്കും. ഒരു യഹോവ ഭക്തനായിട്ട് ജീവിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ എന്ത് വന്നാലും അവൻ ഭയപ്പെടാതെ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും. അവന് ദൃഢമായ ധൈര്യം ഉണ്ട് എന്ന് കംപ്ലീറ്റ് 100% പോസിറ്റീവായിട്ടാണ് എഴുതിയിരിക്കുന്നത്. എന്താണ് ഈ ദൃഢധൈര്യം എന്ന് പറയുന്നത്? ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് വിശ്വാസ ജീവിതം നയിക്കുന്നതായ ഒരുവൻ്റെ ജീവിതത്തിൽ ഈ ലോകത്തിലുള്ളതായ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നിറവേറ്റുവാൻ തക്കവണ്ണം ദൈവം വിശ്വസ്തനാണ്. അവന് വേണ്ടി വഴികളെയും വാതിലുകളെയും തുറക്കുവാനായിട്ട്, നിനക്ക് വേണ്ടിയും വഴികളെയും വാതിലുകളെയും തുറക്കുവാൻ ദൈവം വിശ്വസ്തനാണെന്നുള്ളതായ ദൃഢധൈര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ഒരു രോഗം വന്നാൽ അതിൽ നിന്ന് എന്നെ വിടുവിക്കുവാൻ എൻ്റെ ദൈവത്തിന് സാധിക്കും എന്നുള്ളതായ ദൃഢധൈര്യം നമ്മൾക്ക് ഉണ്ടായിരിക്കണം. യേശു നമ്മളുടെ സൗഖ്യദായകനാണ് എന്നുള്ളതായ വിശ്വാസത്തിൽ ആ ധൈര്യത്തോടെ നമ്മൾ മുൻപോട്ട് പോകുകയാണ്. ശത്രു വന്ന് ഓരോന്ന് നമ്മളുടെ ഹൃദയത്തിൽ മന്ത്രിക്കുമ്പോൾ, നിന്നെ തകർക്കുവാൻ വേണ്ടി ഓരോരോ ആലോചനകൾ കൊണ്ടുവരുമ്പോൾ അതിൽ വിശ്വസിക്കാതെ ദൈവത്തിൻ്റെ വചനമാണ് എല്ലായ്പ്പോഴും നമ്മൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ഞാനൊരു യഹോവ ഭക്തനാണെന്നുള്ളതായ വിശ്വാസം, യഹോവ എന്നെ സഹായിക്കും. പലപ്പോഴും കൂടെയുള്ളവർ നിന്നെ സഹായിച്ചെന്ന് വരികയില്ല. എന്നാൽ യഹോവ ഭക്തന് യഹോവയിൽ നിന്നും എല്ലായ്പ്പോഴും സഹായം ഉണ്ടാകും. വഴികളെയും വാതിലുകളെയും തുറന്നു തരുന്നവൻ അവനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുൻപോട്ട് പോയാൽ നമ്മളുടെ ജീവിതത്തിൽ അത് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. അഥവാ രോഗം വന്ന് ഇതിനിൽ നിന്നും വിടുവിച്ചില്ലെങ്കിലും ഞാൻ യഹോവയിൽ ആശ്രയിക്കും എന്ന് പറയുന്നതായ ഒരു യഹോവ ഭക്തനായിട്ട് ജീവിക്കുന്നു എങ്കിൽ, ഈവൻ ഈ ജീവിക്കുന്നിടത്തോളം കാലം ദൈവത്തിന് വേണ്ടി ജീവിച്ചാൽ ലോകത്തിൽ നിന്ന് വിടുതൽ കിട്ടിയില്ലെങ്കിലും സ്വർഗരാജ്യത്തിൽ നമ്മൾക്ക് പ്രവേശനമുണ്ട് എന്നുള്ളതായ ആ ധൈര്യം ഒരു ഭക്തന് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്. ഈ ലോകത്തിലെ ജീവിതം അവസാനിക്കാത്തതായ ഒരു നിത്യജീവൻ എനിക്ക് വേണ്ടി ഉണ്ടെന്നുള്ളതാണ് നമ്മളുടെ ദൃഢമായ ധൈര്യം. ജീവിതത്തിൽ എത്ര നാൾ ജീവിച്ചിരുന്നാലും അതൊരു 3-4 വിരൽ നീളം മാത്രമാണ്. അതുപോലെ ഈ വെള്ളത്തിലെ കുമ്പള പോലെയാണ്, ഇന്ന് കണ്ട് നാളെ വാടുന്നതായ പൂക്കളെ പോലെയാണ് എത്ര നാളുകൾ ആണെങ്കിൽ തന്നെയും. എന്നാൽ അതിനപ്പുറത്തായിട്ട് ഇറ്റേണിറ്റി, നിത്യജീവൻ എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി ദൈവം നമ്മൾക്ക് വെച്ചിരിക്കുകയാണ്. ആ ഒരു ധൈര്യമാണ് നമ്മൾക്ക് വേണ്ടത്. യഹോവ ഭക്തന് ദൃഢധൈര്യം ഉണ്ട്, അവൻ്റെ മക്കൾക്കും ശരണമുണ്ടാകും. അവരുടെ തലമുറകളെയും ദൈവം ആദരിക്കുകയും നടത്തുകയും ചെയ്യും എന്നുള്ളത് ഒരു സത്യം ആണ്. 14-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ അവിടെ മറ്റൊരു ജീവിതത്തിൻ്റെ അനുഭവമാണ് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 29-ാമത്തെ വാക്യത്തിൽ, ദീർഘക്ഷമയുള്ളവൻ മഹാബുദ്ധിമാൻ, മുൻകോപിയോ ഭോഷത്വം ഉയർത്തുന്നു. മുമ്പേ നമ്മൾ കാണുന്നതുപോലെ പാരലായിട്ട് 2 വാചകങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നതാണ്. രണ്ടും കോൺട്രാഡിക്റ്റ് ചെയ്യുന്നതായ അർത്ഥത്തിലുള്ളതായ 2 ഭാഗങ്ങളാണ്. ഒന്ന് ചെയ്താൽ, ദീർഘക്ഷമയോടെ നമ്മൾ ജീവിച്ചാൽ അത് മഹാബുദ്ധിമാനാണ്. എന്നാൽ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ് നമുക്ക് കാണാനായിട്ട്. മുൻകോപിയായിട്ടുള്ള ഒരു മനുഷ്യൻ ആണെങ്കിൽ അവൻ ഭോഷത്വം ഉയർത്തുന്നു. ശാന്ത മനസ്സ് ദേഹത്തിന് ജീവൻ. ഇവിടെ പല കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ടുണ്ട് നമ്മളുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ. ദീർഘക്ഷമ ഉള്ളവൻ മഹാബുദ്ധിമാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇടപെടുന്നതായ പലരെയും നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ചിലരൊക്കെ വളരെ ക്ഷിപ്രകോപികളാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനും ഭയങ്കരമായ ദേഷ്യം മൂക്കത്ത് വന്നിരിക്കുന്ന ആൾ എന്ന് പറയുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ
ഈ ദീർഘക്ഷമയോടിരിക്കുന്നതായ ഒരാൾ കേട്ട് കഴിഞ്ഞാൽ ഉത്തരം പറയുവാൻ അല്പം താമസിച്ചാലും മുൻകോപി ആയി തീരാതെ ക്ഷമയോടെ ഇരിക്കുന്ന ആളിനെക്കുറിച്ച് വചനം പറയുന്നത് അവൻ മഹാബുദ്ധിമാൻ എന്നാണ്. മഹാബുദ്ധിമാൻ. മനുഷ്യർ പറഞ്ഞേക്കാൻ ചിലപ്പോൾ അവർ ഒരു ഫൂളാണ്, ഉടനെ ഉത്തരം പറഞ്ഞില്ലല്ലോ, ഉടനെ തിരിച്ചടിച്ചില്ലല്ലോ എന്ന് പറഞ്ഞേക്കാം. എന്നാൽ ശലോമോൻ്റെ ഭാഷയിൽ പറയുന്നത് ദീർഘക്ഷമയോടിരിക്കുന്ന ഒരു മനുഷ്യൻ മഹാബുദ്ധിമാനാണ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിലും ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥിച്ച് അതിൻ്റെ റിസൾട്ടിന് വേണ്ടി ദീർഘക്ഷമയോടെ ഇരിക്കുന്നതായ ഒരു വ്യക്തിയും മഹാബുദ്ധിമാന്മാരുടെ കൂട്ടത്തിലാണ്. എന്നാൽ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് പറയുന്നത് മുൻകോപിയോ ഭോഷത്വം ഉയർത്തുന്നു. മുൻകോപി എന്ന് പറയുമ്പോൾ ഒന്ന് കേൾക്കുന്നതിന് മുമ്പ് തന്നെ ഭയങ്കരമായ ആങ്കർ, കോപം വന്നിട്ട് അതിൻ്റെ റിയാക്ഷൻ മറ്റുള്ളവരെ അടിക്കുക അല്ലെങ്കിൽ ചീത്ത വിളിക്കുക മുതലായ കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ച് ആകപ്പാടെ ഈ അവസരങ്ങളെ വഷളാക്കുന്ന ആൾക്കാരാണ് ഈ കൂട്ടത്തിലുള്ളവർ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവർ ഭോഷത്വം ഉയർത്തുന്നു എന്നാണ്. മൂന്നാമതായിട്ട് വീണ്ടും അതിനെ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിരിക്കുകയാണ് ശാന്ത മനസ്സ് ദേഹത്തിന് ജീവൻ. ജീവിതത്തിൽ നമ്മൾ ജീവിക്കുന്നതായ ഈ ലോകം എന്ന് പറയുന്നത് ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്നതായ ഒരു ലോകമാണ്. ഒന്ന് കാണുമ്പോഴോ ഒന്ന് കേൾക്കുമ്പോഴോ അതനുസരിച്ച് നമ്മൾ പെട്ടെന്ന് ഇളകി മറിയുന്നവരായി തീരരുത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഏത് കണ്ടാലും ദൈവത്തിൽ ആശ്രയിക്കുക, അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് വചനത്തിൽ നിന്നും കണ്ടുപിടിക്കുക, പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ ആ കാര്യങ്ങളെ വയ്ക്കുക. അവിടെയാണ് നമ്മൾക്ക് സമാധാനം കിട്ടുന്നത്. അവിടെയാണ് നമ്മൾക്ക് ശാന്ത മനസ്സ് ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഈ ഇളകി മറയുന്നതായ ഒരു കടൽ പോലെ നമ്മളുടെ മനസ്സ് ആയിക്കഴിഞ്ഞാൽ ഒരു കാര്യങ്ങളും ചെയ്യുവാൻ പാടില്ലാതെ, എന്താണ് ചെയ്യുന്നത് എന്നറിയുവാൻ പാടില്ലാതെ അങ്ങനെയുള്ള അനേകം ആൾക്കാരെ, കലങ്ങിമറിഞ്ഞ് മനസ്സ് പെട്ടെന്ന് കലങ്ങിമറിഞ്ഞു പോകുന്ന ആൾക്കാരെ നമ്മൾക്ക് ഈ ലോകത്തിൽ കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ 30-ാമത്തെ വാക്യം പറയുന്നത് ശാന്ത മനസ്സ്. ഏത് കേട്ടാലും ശാന്തമായിട്ടൊന്ന് ചിന്തിക്കുക, എന്താണ് ഇതിൻ്റെ കാര്യം, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, എനിക്കെന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും, എനിക്കെങ്ങനെ ഈ സിറ്റുവേഷൻ ശാന്തമാക്കുവാനായിട്ട് സാധിക്കും എന്ന് ചിന്തിക്കുന്നതായ ശാന്ത മനസ്സുള്ളവർക്ക് അവരുടെ ദേഹത്തിന് ജീവൻ പകരും. അവരുടെ ബ്ലഡ് പ്രഷറൊക്കെ ഒത്തിരി ഉയരാതെ ഇരിക്കും. അവരുടെ വാക്കുകളൊക്കെ കൺട്രോൾ ചെയ്യുവാനായിട്ട് സാധിക്കും. അവരുടെ കണ്ണുകളൊക്കെ ഇങ്ങനെ ഉന്തി വരാതെ അതിൻ്റെ ആ നോർമലായിട്ടുള്ള നിലയിൽ നിർത്തുവാനായിട്ട് സാധിക്കും. അങ്ങനെ ആങ്കറൊക്കെ അവർക്ക് കൺട്രോൾ ചെയ്യുവാനായിട്ട് സാധിക്കും നമ്മൾക്ക് ശാന്തമായിട്ടുള്ള മനസ്സ് ഉണ്ട് എങ്കിൽ. ഇതൊക്കെയും ശലോമോൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്നും സദൃശ്യവാക്യങ്ങളായിട്ട് നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ വേണ്ടി എഴുതിയിരിക്കുന്നതായ സദൃശ വാക്യമാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കണം. 15-ാം അധ്യായത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ 16-ാമത്തെ വാക്യം, 15-ന്റെ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നത് മറ്റൊരു ഭാഗമാണ്, മറ്റൊരു വിഷയമാണ്. ബഹുനിക്ഷേപവും അതിനോടുകൂടെ കഷ്ടതയും ഉള്ളതിനേക്കാൾ യഹോവ ഭക്തിയോടുകൂടെ അല്പധനം ഉള്ളത് നന്ന്. ഒരാൾക്കും ബഹുനിക്ഷേപമുണ്ട്. ബഹുനിക്ഷേപം എന്ന് പറയുമ്പോൾ ബാങ്കിൽ ഒത്തിരി പൈസയുണ്ട്, ഭൂമിയുണ്ട്, ആൾക്കാരുണ്ട്, അങ്ങനെ എന്നാൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ പണത്തിൻ്റെയൊക്കെ ബാഹുല്യം മൂലം കഷ്ടത കൂടെ അനുഭവിക്കുകയാണെങ്കിൽ, ഇതൊക്കെ മാനേജ് ചെയ്യുന്നതിനുള്ളതായ കഷ്ടപ്പാട് നമ്മൾ അനുഭവിക്കുകയാണെങ്കിൽ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നിക്ഷേപം കുഴപ്പമില്ല, നിക്ഷേപം നമ്മൾക്ക് ബുദ്ധിയോടെ ഉപയോഗിക്കാം, അത് നമ്മൾക്ക് അനുഭവിക്കാം, അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കാം, തലമുറകൾക്ക് വേണ്ടി നമ്മൾക്ക് വിട്ടിട്ട് പോകാം. എന്നാൽ പറയുന്നത് ബഹുനിക്ഷേപവും അതിനോടുകൂടെ കഷ്ടതയും ഉള്ളതിനേക്കാൾ യഹോവ ഭക്തിയോട് കൂടെയുള്ളതായ അല്പധനം നല്ലത്. ഒത്തിരി വസ്തുക്കൾ ഉള്ളതായ ഒരു മനുഷ്യൻ
ഭയങ്കരമായ കഷ്ടപ്പാടാണ്, അലച്ചിലാണ്. അല്പസമയം പ്രാർത്ഥിക്കുവാനായിട്ട് സമയമില്ല, അല്പസമയം ദൈവവചനം ധ്യാനിക്കുന്നതിനുള്ളതായ സമയമില്ല, അല്പസമയം മീറ്റിങ്ങുകൾക്ക് പോകുന്നതിനുള്ളതായ സമയമില്ല. കഷ്ടപ്പാട് 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 തന്നെ. കാരണം അതിൻ്റെ കൂടെ അല്പം കൂടെ കൂട്ടുവാൻ വേണ്ടി അങ്ങനെ ബഹുനിക്ഷേപവും അതിനോട് കൂടെ ചേർക്കുവാൻ വേണ്ടിയിട്ട് ബഹു കഷ്ടതയാണ്. ജീവിതത്തിൽ ഈ കഷ്ടപ്പാടുകൾ അലച്ചിൽ മൂലം ശരീരത്തിന് യാതൊരു സുഖവുമില്ല. വീട്ടിൽ വന്ന് കഴിക്കുവാനുള്ള സമയമില്ല, ആഹാരം കഴിക്കുവാൻ പറ്റുന്നില്ല, നല്ല ആഹാരം ഉണ്ടാക്കുന്നില്ല, കാരണം നിക്ഷേപിക്കുവാൻ വേണ്ടിയുള്ളതായ ആഗ്രഹവും താല്പര്യവും മൂലം. അപ്പോൾ ബഹു നിക്ഷേപവും അതിനോടുകൂടെ കഷ്ടപ്പാടുമുള്ളതായ ഒരു മനുഷ്യനായിട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ഓപ്ഷൻ പറഞ്ഞിരിക്കുകയാണ് ശലോമോൻ. എന്താണ്? യഹോവ ഭക്തിയോടുകൂടെ അല്പധനം ഉള്ളത് നന്ന്. യഹോവ ഭക്തിയോടുകൂടെ ജീവിക്കുന്ന ഒരാൾക്ക് അല്പമേ ധനമുള്ളൂ. അല്പധനമെന്ന് പറയുമ്പോൾ ഈ ധനമെന്ന് പറയുന്നത് പല രീതിയിലാകാം. എഡ്യൂക്കേഷൻ ഒരു ധനമാണ്. എഡ്യൂക്കേഷനിക്ക് ആ ധനം കുറവാണ് എന്നിരിക്കട്ടെ. അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് ഒരു ധനമാണ്, അതെനിക്ക് അല്പമേ ഉള്ളൂ എന്നിരിക്കട്ടെ. അത് സാരമില്ല. എങ്കിൽ തന്നെയും ഈ അല്പധനത്തോടുകൂടെ യഹോവ ഭക്തിയോടുകൂടെ ജീവിച്ചാൽ അതെനിക്ക് ജീവിതത്തിൽ സമാധാനമുണ്ട് എന്നാണ്, സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങുവാനായിട്ട് സാധിക്കും. നമ്മളുടെ ധനമെന്ന് പറയുന്നത് സോഷ്യൽ സ്റ്റാറ്റസ് ചിലരുടെ ധനമാണ്, പൊസിഷൻസ് ചിലരുടെ ധനമാണ്. അതാണ് എൻ്റെ ധനമെന്ന് പറയുന്നത്. ഇതൊന്നും ഇല്ല എങ്കിൽ തന്നെയും ശലോമോൻ പറയുന്നത് യഹോവ ഭക്തിയോടുകൂടെ അല്പധനമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അല്പം ഭക്ഷണമുണ്ടെങ്കിൽ അത് കഴിച്ചുകൊണ്ട് സമാധാനത്തോടെ കിടന്നുറങ്ങുന്നതാണ് ദൈവസന്നിധിയിൽ നല്ലതും നമ്മളുടെ ശരീരത്തിനും നമ്മളുടെ മനസ്സിനും സമാധാനം നൽകുന്നതും ആരോഗ്യം നൽകുന്നതും വിശ്രമം നൽകുന്നതും ഉറക്കം നൽകുന്നതും സുഖം നൽകുന്നതും എന്നാണ് ഈ ഭാഗത്തു നിന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. 16-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു പോകാം. 16-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നു. മനുഷ്യന് തൻ്റെ വഴികളൊക്കെയും വെടിപ്പായി തോന്നുന്നു, യഹോവയോ ആത്മാക്കളെ തൂക്കി നോക്കുന്നു. നമ്മളുടെ ചുറ്റുപാടും കാണുന്നതായ നിത്യ സംഭവമാണ്. മനുഷ്യന് തൻ്റെ വഴികളൊക്കെയും വെടിപ്പായി തോന്നുന്നു. എല്ലാവരും പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ പറയുന്നത് എല്ലാം ശരിയാണ്, ഞാനൊന്നും തെറ്റായിട്ട് ചെയ്തിട്ടില്ല, ഞാൻ ഒരു നല്ല മനുഷ്യനാണ് എന്നാണ് പലരും പറയുന്നത്. അപ്പോൾ സെൽഫ് റൈറ്റിയസ്നെസ് എന്നാണ് ഇതിവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ലല്ലോ, ഞാൻ പാപം ചെയ്തിട്ടില്ലല്ലോ, ഞാൻ അതുകൊണ്ട് സ്വർഗത്തിൽ പോകും, ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്, ഞാൻ ദൈവമകനാണ് എന്നൊക്കെ സ്വയമായിട്ട് ചിന്തിക്കുന്നതായ ആൾക്കാരെയാണ് മനുഷ്യന് തൻ്റെ വഴികൾ ഒക്കെയും വെടിപ്പായിട്ട് തോന്നുന്നത് എന്നിവിടെ എഴുതിയിരിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വഴികൾ മനസ്സിലാക്കുന്ന ഒരു മനുഷ്യന് മാത്രമേ, ദൈവം വചനം പഠിക്കുന്നതായ ഒരു മനുഷ്യന് മാത്രമേ ദൈവത്തിൻ്റെ വഴികളെ മനസ്സിലാക്കുവാനും അത് ഫോളോ ചെയ്യുവാനും ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും സാധ്യമാകുകയുള്ളൂ എന്നാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നത് മനുഷ്യൻ തൻ്റെ വഴികളൊക്കെയും വെടിപ്പായി തോന്നുന്നു, യഹോവയോ ആത്മാക്കളെ തൂക്കി നോക്കുന്നവനാണ്. യഹോവയോ ആത്മാക്കളെ തൂക്കി നോക്കുന്നു. എല്ലാം അവൻ്റെ സന്നദ്ധിയിൽ നഗ്നവും മലർന്നതുമായിട്ട് കിടക്കുന്നു എന്നാണ് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവൻ തൻ്റെ തുലാശിൽ തൂക്കി നോക്കുമ്പോൾ നമ്മളുടെ ജീവിതം കുറവുള്ളതായിട്ട് കാണരുത് എന്നാണ് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 17-ാം അധ്യായത്തിലേക്ക് കടന്നു പോകാം. 17-ന്റെ 1-ാമത്തെ വാക്യം അത് ഒരു ഭവനത്തോടുള്ള ബന്ധത്തിലുള്ള കാര്യമാണ്, കുടുംബജീവിതത്തിലുള്ളതായ കാര്യമാണ്. കലഹത്തോടുകൂടെ ഒരു വീട് നിറയെ യാഗഭോജനത്തിലും സ്വസ്ഥതയോടുകൂടെ ഒരു കഷണം ഉണങ്ങിയ അപ്പം ഏറ്റവും നല്ലത്. പല കുടുംബങ്ങളിലും ഉള്ളതായ പ്രശ്നമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കലഹത്തോടുകൂടെ ഒരു വീട് നിറയെ യാഗഭോജനം ഉണ്ടാക്കി വെക്കുന്ന വീടുകൾ ഒരുപക്ഷെ നല്ലതാണത്. എന്നാൽ അതിന് സാധ്യത ഇല്ല എങ്കിൽ ആ ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ സ്വസ്ഥത നഷ്ടപ്പെടുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ഓടി നടക്കുക, അതിനുവേണ്ടി കഷ്ടപ്പെടുക, അതിനുവേണ്ടിയുള്ള ഇല്ലാത്ത പണം ഉണ്ടാക്കി ചെയ്യുക,
അതിന് ആരോഗ്യമില്ലാത്ത സമയത്ത് അതിനുവേണ്ടി അലഞ്ഞ് കഷ്ടപ്പെട്ട് ശരീരവേദനയെടുത്ത് പണിപ്പെട്ട് ചെയ്തിട്ട് അങ്ങനെ കലഹം അവിടെ ഉണ്ടാകുന്നുവെങ്കിൽ, മറ്റുള്ളവരുമായി വഴക്ക് ഉണ്ടാകുന്നുവെങ്കിൽ, മറ്റുള്ളവരുമായിട്ട് മാനസിക ചേർച്ച ഉണ്ടാകാതെ ഇരിക്കുന്നുവെങ്കിൽ എന്താണ്, ഈ വീട് നിറയെ യാഗഭോജനമുണ്ടാക്കുവാൻ ശ്രമിക്കാതെ രണ്ടാമത്തെ കാര്യം നോക്കുക, സ്വസ്ഥതയോടുകൂടെ ഒരു കഷണം അപ്പം, ഉണങ്ങിയ അപ്പം ഏറ്റവും നല്ലത്. നാട്ടിൽ പറയുമല്ലോ, ഒരു ചുക്കാറൊട്ടി തിന്നാണ് ഞാൻ ജീവിച്ചത് എന്ന് പറയുന്നത്. അതാണെങ്കിൽ തന്നെയും നമ്മൾ പാവപ്പെട്ട വീടുകളിലൊക്കെ നോക്കിയാൽ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓരോ ദിവസത്തെ ആഹാരം അവരുടെ വീട്ടിലേക്ക് കടന്നു വന്ന്, ഒരു ദിവസത്തെ കൂലിപ്പണി ചെയ്തതിന് ശേഷമായിട്ട് വീട്ടിലേക്ക് കടന്നു വന്ന് അന്നത്തെ ചില കഞ്ഞിയും ചില ചമ്മന്തിയും കഴിച്ചിട്ട് അവർ സുഖമായിട്ട് കിടന്ന് ഉറങ്ങും. അപ്പോൾ അവർക്ക് മറ്റുള്ളതിനെക്കുറിച്ച് ഭാരപ്പെടുന്നതിനുള്ള സമയമില്ല. നാളത്തേക്ക് ഒക്കെ ഉണ്ടാക്കി വെക്കുന്നതിനോ ഒക്കെ ഉള്ളതായ കാര്യം അവർക്കില്ല. അന്നത്തേക്കുള്ള ആഹാരം അരച്ചാൺ വയർ എന്നാണ് പറയുന്നത്. നമ്മളുടെ ഈ വയറിന് വേണ്ടി ഒത്തിരി ഉണ്ടാക്കുവാൻ നമ്മൾ ശ്രമിക്കരുത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വീണ്ടും ഒന്നുകൂടെ വായിക്കട്ടെ. കലഹത്തോടുകൂടെ ഒരു വീട് നിറയെ യാഗഭോജനത്തിലും സ്വസ്ഥതയോടുകൂടെ ഒരു കഷണം ഉണങ്ങിയ അപ്പം നല്ലത്. അപ്പോൾ നമ്മളുടെ ആഹാരം ഉണ്ടാക്കുന്നതിലും ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നതിലും ആഹാരത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നതിലും നമ്മളുടെ കുടുംബത്തിൽ നമ്മൾ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം എന്നാണ് ഈ ഭാഗം ശലോമോൻ തൻ്റെ ജീവിതത്തിൽ കൂടെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനിയും 18-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾക്ക് കടന്നു വരാം. അവിടെ 10-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. യഹോവയുടെ നാമം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ നാമത്തെക്കുറിച്ച് തന്നെ പല പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളവരാണ്. അപ്പോൾ നമ്മളുടെ സൗഖ്യദായകനാണ്, നമ്മളുടെ വിജയത്തിൻ്റെ കൊടിയാണ് അവൻ നമ്മൾക്ക് വേണ്ടി കരുതുന്നവനാണ് എന്നൊക്കെ പറഞ്ഞ് ഓരോ നാമങ്ങൾ യഹോവയ്ക്ക് വേണ്ടി ഭക്തന്മാർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യഹോവയുടെ നാമം ബലമുള്ള ഗോപുരമാണ്. അപ്പോൾ നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. ശത്രു കടന്നു വരുമ്പോൾ, ഭയം ഉള്ളതായ അവസരങ്ങളിൽ, സേഫ് അല്ല എന്ന് തോന്നുമ്പോൾ ഒരു ഗോപുരത്തിൻ്റെ ബലമുള്ള ഗോപുരത്തിലേക്ക് അടുത്ത് ചെന്ന് അതിനകത്ത് കയറി കതകടച്ച് സേഫായിട്ടിരിക്കുന്ന പോലെ യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം. അക്ഷരികമായ ഒരു ഗോപുരം നമ്മൾ കാണുന്നില്ല എങ്കിൽ തന്നെയും നമ്മളെ കവർ ചെയ്യുന്ന, ചുറ്റും പരിചയമായിരിക്കുന്ന യഹോവയുടെ നാമം നമ്മൾ അത് ആത്മീകമായ കണ്ണുകൊണ്ട് കാണണം. എനിക്ക് ചുറ്റും യഹോവ ചുറ്റും പരിചയമായിട്ട് സങ്കീർത്തനത്തിലുള്ളതുപോലെ നമ്മൾക്കും ജീവിതത്തിൽ അനുഭവിച്ച് അറിയുവാനായിട്ട് സാധിക്കണം. പ്രൈസ് ഗോഡ്. അതിൻ്റെ 21-ാമത്തെ വാക്യം, 18-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം നമ്മൾക്ക് വായിക്കാം. അതിങ്ങനെയാണ് പറയുന്നത്: മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും. നമ്മളുടെ നാവ് എന്ന് പറയുന്നത് എല്ലാവർക്കും അവരുടെ നാവ് ഉപയോഗിക്കുന്നതിനുള്ളതായ സ്വാതന്ത്ര്യം ഉണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു. നമ്മളുടെ നാവ് കൊണ്ട് നമ്മൾക്ക് മരണത്തെ വിളിച്ചു വരുത്താം, നമ്മളുടെ നാവ് കൊണ്ട് ജീവനെ വിളിച്ചു വരുത്തുവാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നാം ജീവൻ്റെ വക്താക്കളാണ്, ജീവന് വേണ്ടി നിൽക്കുന്നതാണ്. ഞാൻ തന്നെ സത്യവും ജീവനും വാതിലുമാകുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നെങ്കിൽ, കർത്താവിനെ നമ്മളുടെ ഹൃദയത്തിൽ സ്വീകരിച്ചു കഴിയുമ്പോൾ, അപ്പോൾ ആ ജീവൻ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, യേശു നമ്മളുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ജീവൻ കൽപ്പിക്കേണ്ടത്, ജീവന് വേണ്ടി നിൽക്കേണ്ടതാണ് നമ്മൾ വിശ്വാസികൾ ഒക്കെ എന്നാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു. അപ്പോൾ നമ്മൾക്കൊക്കെ നമ്മളുടെ നാവിന് ഒരു അധികാരം ദൈവം തന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇഷ്ടമുള്ളത്
ദൈവസന്നിധിയിൽ പറഞ്ഞ് അത് അധികാരത്തോടുകൂടെ ക്ലെയിം ചെയ്തെടുക്കുവാനായിട്ടുള്ള അധികാരമാണ് ദൈവസന്നിധിയിൽ നമ്മൾക്ക് ഉള്ളത്. രോഗം വന്നാൽ ആ രോഗത്തിൽ നിന്നും സൗഖ്യം പ്രാപിക്കുന്നുള്ളതായ ആ അധികാരം നമ്മൾക്ക് നമ്മളുടെ നാവിനാൽ തന്നിട്ടുണ്ട് എന്ന് പറയുന്നു. ഇവിടെ ഒരു എക്സാമ്പിള് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഏലിയാവിൻ്റെ ജീവിതത്തിൽ ഒരു ഭക്തനായ മനുഷ്യനായിരുന്നു ഏലിയാവ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. തൻ്റെ നാവ് കൊണ്ട് ഒരിക്കൽ പറഞ്ഞു, കർത്താവേ എനിക്ക് മതി, എന്നെ അങ്ങ് എടുത്തോണേ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം മതി എന്ന് പറയുന്നതായ ഒരു മനുഷ്യനെയാണ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ദൈവം അതിൽ പ്രസാദിക്കുന്നില്ല എന്നുള്ളതായ കാര്യം അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവിടെ ദൈവത്തിൻ്റെ ദൂതൻ ചോദിക്കുകയാണ്, ഏലിയാവേ നിനക്ക് ഇവിടെ എന്ത് കാര്യം? എഴുന്നേൽക്കുക, ഭക്ഷിക്കുക, പോവുക, യാത്ര തുടരുക എന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ നമ്മളുടെയും ജീവിതത്തിൽ ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ എന്തൊരു തടസ്സം കാണുമ്പോൾ, മറ്റുള്ളവർ നിരുത്സാഹപ്പെടുത്തുമ്പോൾ അവിടെ ഈ വിധം മതിയെന്ന് ഏലിയാവിനെ പോലെ പറയുന്നവരായി തീരരുത്. നമ്മൾ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നുവെങ്കിൽ ആ ജീവനെ പ്രാപിച്ചെടുക്കുവാൻ, ഈ ലോകത്തിലുള്ളതായ കർത്താവ് തരുന്നതായ ജീവനും അതുപോലെ നിത്യജീവനെയും പ്രാപിപ്പാൻ ദൈവം തന്നിരിക്കുന്നതായ നമ്മളുടെ ഈ ആലയത്തെ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ആരോഗ്യത്തോടെ സൂക്ഷിപ്പാൻ നമ്മൾ കടപ്പെട്ടവരാണ് എന്ന് നമ്മൾ ഓർത്തിരിക്കുകയാണ്. അപ്പോൾ മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും. അത് ഏത് രീതിയിൽ അവർ ഇഷ്ടപ്പെടുന്നു എന്ന് വെച്ചാണ് അതിൻ്റെ ഫലം അവർ അനുഭവിക്കുന്നത് എന്ന് നമ്മൾക്ക് ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രൈസ് ഗോഡ്. 20-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾക്ക് പോകാം. 1-2 അധ്യായങ്ങൾ ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ്. 20-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഇവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. അത് മറ്റൊരു വിഷയമാണ്. ശലോമോൻ അനേക വിഷയങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. വീഞ്ഞ് പരിഹാസിയും മദ്യം കലഹക്കാരനുമാകുന്നു. വീഞ്ഞ് പരിഹാസിയും മദ്യം കലഹക്കാരനുമാണ്. ഇന്നത്തെ കാലത്തും ആളുകൾ പലരും ചോദിക്കുന്നതാണ്, അല്പം മദ്യം കുടിച്ചതുകൊണ്ട് എന്താണ് കാര്യം? ബൈബിളിൽ പറഞ്ഞിട്ടില്ലല്ലോ മദ്യം കുടിക്കരുതെന്ന്. വീഞ്ഞ് കുടിക്കാമെന്ന് വചനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. യേശു വെള്ളത്തെ വീഞ്ഞാക്കിയല്ലോ. ഇങ്ങനെയുള്ളതായ എക്സ്ക്യൂസൊക്കെ പറയുന്നതായ അനേകം ആൾക്കാരുണ്ട്. എന്നാൽ ഈ വീഞ്ഞ് കുടിക്കുന്നതിനെക്കുറിച്ചും മദ്യം കുടിക്കുന്നതിനെക്കുറിച്ചും ബൈബിളിൽ വിലക്കിയിട്ടുള്ളതായ കാര്യങ്ങൾ അവർ മറന്നു പോവുകയാണ്. ഇവിടെ ഒരു ഭാഗമാണ്, അതിൽ ഒരു വാക്യമാണ് ഇവിടെ നമ്മൾക്ക് കാണുന്നത്. വീഞ്ഞ് പരിഹാസിയും മദ്യം കലഹക്കാരനുമാണ് എന്ന് പറയുമ്പോൾ, വീഞ്ഞ് കുടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിലെ സാധാരണ ആ സമനില വിട്ടുപോയിട്ട് അവൻ പരിഹാസിയായിട്ട് തീരും. മദ്യം കുടിച്ചു കഴിഞ്ഞാൽ അവൻ കലഹക്കാരനായി തീരും. കാരണം അവൻ മറ്റുള്ളവരെ കാണുന്നത് വേറൊരു രീതിയിലാണ്. മയിൽക്കുറ്റികളെ പോലും വഴിയിൽ വെച്ച് കണ്ടാൽ അവൻ കാലുമടക്കി അടിച്ചതായ ഈ മദ്യപാനികളെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. എന്നിട്ട് അവിടെ വീണ് കിടക്കും. അങ്ങനെയുള്ളതായ കാഴ്ചകളൊക്കെ പലതും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ വീഞ്ഞ് പരിഹാസിയും മദ്യം കലഹക്കാരനും. അതുകൊണ്ട് മദ്യം സേവിക്കുന്നതിൽ, മദ്യം കുടിക്കുന്നതിൽ നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കേണ്ടവരാണ് എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പോൾ മാത്രമല്ല, അതിനാൽ ചാഞ്ചാടി നടക്കുന്ന ആരും ജ്ഞാനിയാകയില്ല. അപ്പോൾ അങ്ങനെ മദ്യപ്രിയരായിട്ടുള്ള ആൾക്കാർ ആരും ജ്ഞാനികൾ ആകയില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനിയും 22-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം നമ്മൾക്ക് നോക്കാം. 22-ന്റെ 6-ാമത്തെ വാക്യം വളരെ ഫേമസ് ആണ്. നമ്മളെല്ലാവരും ചെറുപ്പത്തിൽ തന്നെ സൺഡേ സ്കൂളിലൊക്കെ പഠിക്കുകയും ചെയ്യുന്നതായ ഒരു വാക്യമാണ്. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. അപ്പോൾ ശലോമോൻ്റെ സദൃശ്യവാക്യത്തിൽ താൻ തൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും പറയുന്നതായ ഒരു പ്രിൻസിപ്പിളാണ് ഇത്. ചെറുപ്രായത്തിൽ തന്നെ ഒരു ബാലൻ നടക്കേണ്ടുന്നതായ വഴിയിൽ അവനെ അഭ്യസിപ്പിച്ചാൽ, അവനെ സ്പോയിൽ ചെയ്യാതെ
അവൻ്റെ റെസ്പോൺസിബിലിറ്റിയൊക്കെ മാതാപിതാക്കൾ പഠിപ്പിച്ചാൽ, ദൈവവചനം പഠിപ്പിച്ചാൽ, പ്രാർത്ഥന ചെയ്യുവാൻ അവനെ പഠിപ്പിച്ചാൽ, യോഗങ്ങൾക്ക് പോകുവാൻ അവനെ പഠിപ്പിച്ചാൽ, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൽ വളരെ പ്രാധാന്യം കൊടുക്കേണ്ടവരാണ്. നമ്മളുടെ കുഞ്ഞുങ്ങളൊക്കെ വീടുകളിൽ ഉള്ളപ്പോൾ മാതാപിതാക്കൾ ഡബിൾ ജോലി ചെയ്തുകൊണ്ട് അവരെ ആരും കെയർ ചെയ്യാതെ ബേബി സിറ്റിങ്ങിനൊക്കെ ഏൽപ്പിച്ച് പോകുന്നവർക്ക് ആ പൈതങ്ങളൊക്കെ വളർന്നു വരുമ്പോൾ പല പ്രശ്നങ്ങളിലേക്ക് കടന്നു വന്നതായിട്ട് ഒരു കാര്യം നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്, നാട്ടിൽ ഒരു പറച്ചിലുള്ളതാണ്, ഈ കമുകൊക്കെ വളർന്നു വരുമ്പോൾ അതിൻ്റെ മണ്ടയിൽ കൊണ്ടല്ല വളം വെക്കേണ്ടത്, അത് ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ നല്ല വളം ഇട്ടുകൊടുത്തെങ്കിൽ മാത്രമേ അത് വളരുകയുള്ളൂ, അതിൻ്റെ വേരിൽ നിന്നും വലിച്ചെടുത്തിട്ട് വളരുകയുള്ളൂ എന്ന് പറയുന്നത് ഈ ബാലനായിരിക്കുമ്പോൾ തന്നെ അവനെ നല്ല വഴിയിൽ നടത്തിയാൽ അവൻ വളർന്ന് ആരോഗ്യമുള്ള ഒരു ഫലവത്തായ വൃക്ഷം പോലെ വളർന്നു വരും, ഫലം കായ്ക്കും എന്നാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 23-ാം അധ്യായത്തിലേക്ക് നമ്മൾക്ക് കടന്നു വരാം. 23-ന്റെ 18-ാമത്തെ വാക്യം. നീ എല്ലായ്പ്പോഴും ദൈവഭക്തിയോടിരിക്കുക, ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം. ദൈവമക്കൾക്ക് ഉള്ളതായ ഒരു ചോദ്യമാണ്, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നാൽ എല്ലാവിധമായ നന്മകളും തരാമെന്നുള്ള പ്രോമിസുണ്ട്. പ്രോസ്പെരിറ്റി അവരുടെ അവകാശമാണ്, കഷ്ടതകളെല്ലാം മാറും എന്നുള്ളത് ഒരു പഠിപ്പിക്കലാണ് ഇന്നത്തെ കാലത്ത് പ്രോസ്പെരിറ്റി തിയോളജി. എന്നാൽ അതൊരു സത്യമല്ല എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും നമ്മൾക്ക് ആ ഫാക്റ്റ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ എഴുതിയിരിക്കുന്നത്, നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തനായിരിക്കുക. രോഗം വന്നാലോ, ദുഃഖം വന്നാലോ, പ്രയാസം വന്നാലോ, ജീവിതത്തിൽ ഭാരങ്ങൾ വന്നാലോ, മറ്റുള്ളവർ നിന്നെ നിന്ദിച്ചാലോ, എന്ത് വന്നിരുന്നാലും നീ എല്ലായ്പ്പോഴും ഏത് സാഹചര്യത്തിലും ഏത് അവസ്ഥയിലും ഏത് പ്രായത്തിലും ഏത് സഹായമറ്റതായ അവസ്ഥയിലും നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടുകൂടെ ഇരിക്കുക. ഇയ്യോബിനെ പോലെ നമ്മൾ ഭക്തരായിട്ട് ഇരുന്നാൽ എന്തുണ്ടാകും? ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം എന്നാണ്, നിശ്ചയമായിട്ടാണ് ശലോമോൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം എന്നാണ് നമ്മൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ദൈവം ഒരു പ്രതിഫലം തരുവാനായിട്ട് നിശ്ചയമാണ്. ഈ ലോകത്തിലെ നമ്മളുടെ ജീവിതം ടെമ്പററിയാണ്. എന്നാൽ നമ്മളുടെ പ്രതിഫലം യഥാർത്ഥമായിട്ട് നമ്മൾ പ്രാപിക്കുവാനായിട്ട് പോകുന്നത് നമ്മളുടെ നിത്യതയിലാണ്. നിത്യത മുഴുവൻ പ്രതിഫലം. അതും ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ യാതൊന്നും തന്നെയില്ല. അപ്പോൾ അതിന് പ്രയോറിറ്റി എടുത്തുകൊണ്ട് നമ്മൾ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പ്രതിഫലം ദൈവം തരും എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. താമസിച്ചാലും അതിനു വേണ്ടി കാത്തിരിക്കണം എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിപ്പിക്കുന്നത്. പ്രൈസ് ഗാഡ്. 25-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരാം. 25-ാമത്തെ വാക്യത്തിൽ നമ്മൾക്ക് കാണുന്നത് ഇവയും, 1-ാമത്തെ വാക്യം, ഇവയും ശലോമോൻ്റെ സദൃശവാക്യങ്ങൾ. യഹൂദ രാജാവായ ഹിസ്കിയാവിൻ്റെ ആളുകൾ അവയെ ശേഖരിച്ചിരിക്കുന്നു. ഞാനിവിടെ ഇൻട്രഡക്ഷനിൽ മുമ്പേ പറഞ്ഞതുപോലെ ഈ ശലോമോനാണ് ഇതൊക്കെ എഴുതിയത്. എന്നാൽ ഈ 25 മുതലുള്ളതായ അധ്യായങ്ങളിൽ കാണുന്നതായ സദൃശവാക്യങ്ങൾക്ക് ഒരു ഹെഡിങ് കൊടുത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഇൻട്രഡക്ഷൻ കൊടുത്തിരിക്കുകയാണ്. ഈ 25 മുതലുള്ളതായ 25-ൽ പറഞ്ഞിരിക്കുന്നതായ ഈ വാക്യങ്ങൾ മുതൽ ഇവയും ശലോമോൻ്റെ സദൃശവാക്യങ്ങളാണ്. എന്നാൽ അത് എന്നാണ് എഴുതിയത്? ശലോമോൻ്റെ കാലത്ത് എഴുതിയതല്ല. ഇതൊരു കളക്ഷൻസായിട്ട് ശേഖരിച്ച് എന്നെഴുതി യഹൂദ രാജാവായ ഹിസ്കിയാവിൻ്റെ ആളുകൾ അവനെ ശേഖരിച്ചിരിക്കുന്നു. ഹിസ്കിയ രാജാവ് എന്ന് പറയുന്ന ദൈവഭക്തനായ ഒരു രാജാവായിരുന്നു. അപ്പോൾ ദൈവിക കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇതിൻ്റെ മുമ്പിലുണ്ടായിരുന്ന പ്രബലനായ ശലോമോൻ രാജാവിൻ്റെ സദൃശവാക്യങ്ങൾ വേറെ എന്തൊക്കെ ഉണ്ടെന്ന് കളക്ട് ചെയ്ത് ആ കളക്ഷൻസ് ആയിട്ട് എഴുതിയിരിക്കുന്നതാണ് 25 മുതലുള്ളതായ അധ്യായങ്ങളിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 27-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾക്ക് കാണുന്നത് ഇങ്ങനെയാണ്: നാളത്തെ ദിവസം ചൊല്ലി പ്രശംസിക്കരുത്, ഒരു ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കും എന്ന് അറിയുന്നില്ലല്ലോ. അപ്പോൾ നാളത്തെ ദിവസത്തെ ചൊല്ലി പ്രശംസിക്കരുത്.
നാളത്തെ കാര്യം നമ്മൾക്കറിയില്ല. യേശുവും ഈ കാര്യം തന്നെ പറയുകയുണ്ടായി. നാളെ ഞാൻ ആ പട്ടണത്തിൽ പോയി ഇന്നതൊക്കെ ചെയ്യും, ഇന്നതൊക്കെ പ്രവർത്തിക്കും, വ്യവസായം ചെയ്യും, അല്ലെങ്കിൽ കൃഷി ചെയ്യും, പണ്ടികശാലയൊക്കെ പുതുക്കി പണിയും, അതിൽ നിറയ്ക്കും എന്നൊക്കെ ചെയ്തിട്ട് യേശു ചോദിക്കുകയാണ്, മൂടാ, നിൻ്റെ പ്രാണനെ ഇന്ന് നിന്നോട് ചോദിച്ചാൽ ഇതൊക്കെ ആർക്കായിത്തീരും എന്നുള്ളതായ ചോദ്യം നമ്മൾ പുതിയ നിയമത്തിൽ നമ്മൾക്കറിയാവുന്ന കാര്യമാണ്. ഇത് തന്നെയാണ് പഴയ നിയമത്തിൽ പോലും ശലോമോൻ പറഞ്ഞിരിക്കുന്നത്, നാളത്തെ ദിവസം ചൊല്ലി പ്രശംസിക്കരുത്. ഒരു ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കും എന്ന് അറിയുന്നില്ലല്ലോ. നമ്മൾക്ക് നാളെ എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയത്തില്ല. അതുകൊണ്ട് നാളത്തെ കാര്യത്തെക്കുറിച്ച് നമ്മൾ പ്രശംസിക്കാതെ, കർത്താവിൻ്റെ ഹിതമെങ്കിൽ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നു, അങ്ങനെ പ്രവർത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുള്ള പ്രാർത്ഥനയോടുകൂടെ വേണം നമ്മൾ മുൻപോട്ട് പോകുവാൻ. 29 അധ്യായത്തിലേക്ക് നമ്മൾക്ക് കടന്നു വരാം. 29 അധ്യായത്തിൽ 18 വാക്യം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: വെളിപ്പാട് ഇല്ലാത്തിടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു. ന്യായപ്രമാണം കാത്തുകൊള്ളുന്നവനോ ഭാഗ്യവാൻ. അവിടെയാണ് അതിൻ്റെ വ്യത്യാസം. വെളിപ്പാട് ഇല്ലാത്തിടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു. നമ്മൾ ക്രിസ്ത്യാനികൾ ആണ് എന്ന് പറഞ്ഞാൽ തന്നെയും, ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞാൽ തന്നെയും, ദൈവത്തിൻ്റെ വചനം വായിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ തന്നെയും അതിൽ അർത്ഥമില്ല. എന്നാൽ വെളിപ്പാട് ഉണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ വചനം യഥാർത്ഥമായി അതിൻ്റെ ശക്തിയോടുകൂടെ നമ്മളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരണം. ദൈവം എന്താണ് നമ്മൾക്ക് ചെയ്ത് എന്തെന്നും, ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മൾക്കൂടെ എന്താണെന്നും, നമ്മളുടെ ഈ ലോകത്തിലെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണെന്നും, അതുമാത്രമല്ല നമ്മളുടെ ഭാവിയിൽ നിത്യതയെക്കുറിച്ചുള്ളതായ ഒരു വെളിപ്പാട് നമ്മളുടെ ഹൃദയത്തിൽ ഉരുവായെങ്കിൽ മാത്രമേ ആ വെളിപ്പാടോടുകൂടെ നമ്മൾക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു വെളിപ്പാട് ഇല്ലാത്ത ഏതൊരു മനുഷ്യനും, ക്രിസ്ത്യാനിയാണെങ്കിലും അല്ലാത്തവനും, വെളിപ്പാട് ഇല്ലാത്തിടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു. അപ്പോഴാണ് അവർ മര്യാദ വിട്ട് നടക്കുന്നത് എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ പാരലായിട്ട് മറ്റൊരു വാക്യം കൂടെ എഴുതിയിട്ടുണ്ട്: ന്യായപ്രമാണം കാത്തുകൊള്ളുന്നവനോ ഭാഗ്യവാൻ. ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ന്യായപ്രമാണം നമുക്ക് എഴുതി തന്നിട്ടുണ്ട് പ്രവാചകന്മാരിൽ കൂടെയും. അതുമാത്രമല്ല, അന്ത്യകാലത്ത് സ്വന്തം പുത്രനായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് സ്വന്തം വായു കൊണ്ട് അരുളി ചെയ്തായ ന്യായപ്രമാണം, അതിൻ്റെ വെളിപ്പെടുത്തലുകൾ ഒക്കെ നമ്മളുടെ ഹൃദയത്തിലേക്ക് തന്നിരിക്കുന്നു. അവിടെ കൊണ്ടും അവസാനിക്കുന്നില്ല. അപ്പോസ്തലനായ പൗലോസൊക്കെ അതിനെക്കുറിച്ചുള്ളതായ വെളിപ്പാടുകൾ വളരെ വ്യാഖ്യാനിച്ച് വളരെ വ്യക്തമായിട്ട് പുതിയ നിയമത്തിൽ എഴുതി ഇന്ന് മീഡിയകളിൽ കൂടെ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് പോലെ പല ദൈവദാസന്മാരിൽ കൂടെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ന്യായപ്രമാണം കാത്തുകൊള്ളുവാൻ വേണ്ടി അത് നമ്മളോട് എല്ലായ്പ്പോഴും ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. നമ്മളുടെ വായിലും നമ്മളുടെ ചെവിയിലും ഈ ന്യായപ്രമാണം അടുത്തിരിക്കുകയാണ്. നമ്മൾക്ക് യാതൊരു എക്സ്ക്യൂസും ദൈവസന്നിധിയിൽ പറയുവാനായിട്ടില്ല എന്നുള്ളത് ഓർക്കുമ്പോൾ അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതാണ്. വെളിപ്പാട് ഇല്ലാത്തിടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു. ന്യായപ്രമാണം കാത്തുകൊള്ളുന്നവനോ ഭാഗ്യവാൻ എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം. ദൈവം നമുക്ക് സുലഭമായിട്ട് വളരെ ഭംഗിയായിട്ട് എഴുതി തന്നിരിക്കുമ്പോൾ അവിടെ നമ്മൾക്ക് അത് ന്യായപ്രമാണം അനുസരിച്ച് മുൻപോട്ട് പോകാൻ തക്കവണ്ണം, സമർപ്പണത്തോടുകൂടെ മുൻപോട്ട് പോകാൻ തക്കവണ്ണം നമ്മൾക്ക് ഇടയായിത്തീരണം. ഇനി 30 അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരാം. മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ 30 അധ്യായം മറ്റേ ഒരാൾ എഴുതിയതായ സദൃശവാക്യമാണ്. അത് എഴുതിയിരിക്കുന്നത് 30-1 ഹെഡിങ് എഴുതിയേക്കുന്നത് യാക്കയുടെ മകനായ ആഗൂരിൻ്റെ വചനങ്ങൾ, ഒരു അരുളപ്പാട്. അപ്പോൾ ആഗൂര് എന്ന് പറയുന്നതായ ഒരു ആൾ എഴുതിയതായ ഒരു അധ്യായമാണ് അതിലുള്ള ഈ പറയപ്പെടുന്നതായ ഈ അധ്യായത്തിലുള്ളതായ സദൃശവാക്യങ്ങൾ എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇനി 31 അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെ മറ്റൊരു അധ്യായം വേറൊരു പേരിലാണ് അവിടെ നമ്മൾക്ക് തലക്കെട്ട് കാണുന്നത് എന്ന് മനസ്സിലാക്കാം. അവിടെ 31 തലക്കെട്ട് ഇങ്ങനെയാണ്: ലെമുവേൽ രാജാവിൻ്റെ വചനങ്ങൾ, അവൻ്റെ അമ്മ അവന് ഉപദേശിച്ചു കൊടുത്ത അരുളപ്പാട്. അപ്പോൾ എല്ലാം സദൃശവാക്യങ്ങളും ശലോമോൻ എഴുതിയതെന്ന് പൊതുവെ പറയപ്പെടുന്നുവെങ്കിലും
ഇങ്ങനെയുള്ളതായ ചില അധ്യായങ്ങൾ മറ്റു ചിലർക്ക് കൂടെ എഴുതുകയായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ 31-ാമത്തെ അധ്യായം ആരാണ് ഈ ലെമുവേൽ എന്ന് ക്ലിയറായിട്ട് പറഞ്ഞിട്ടില്ല എങ്കിൽ തന്നെയും വേദശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ലെമുവേൽ എന്ന് പറയുന്നത് ഈ ശലോമോൻ്റെ ഒരു സർനെയിമായിരുന്നു. വീട്ടിൽ വിളിക്കുന്നതായ പേര്, നമ്മളെയൊക്കെ വീട്ടിൽ വിളിക്കുന്ന മറ്റൊരു പേര് പോലെ ലെമുവേൽ എന്ന് തൻ്റെ മാതാവ് വിളിച്ചിരുന്നു എന്നും, അങ്ങനെ ലെമുവേൽ എന്ന് പറയുന്നതായ തൻ്റെ ഓമനപുത്രന് തൻ്റെ അമ്മ ഉപദേശിച്ചു കൊടുത്തതായ ഉപദേശങ്ങളാണ് ഇവിടെ രാജാവിൻ്റെ വചനങ്ങളായിട്ട് ഇവിടെ ഓർത്ത് എഴുതിയിരിക്കുന്നത് എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും, കുടുംബജീവിതത്തിലും, അതുപോലെ തന്നെ രാജ്യഭരണത്തിലും, ജീവിതത്തിൽ മറ്റുള്ളവർ ഇടപെടുന്നതിലും എല്ലാം വളരെ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരണം എന്നുള്ളതായ ആഗ്രഹത്തോടു കൂടിയാണ് തൻ്റെ അമ്മ തനിക്ക് കൊടുത്തതായ സദൃശവാക്യങ്ങൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ വായിച്ചത് ചില ഭാഗങ്ങൾ മാത്രമാണ്. ഓരോ അധ്യായത്തിൽ നിന്നും 1-2 അധ്യായങ്ങൾ, ചില അധ്യായങ്ങളിൽ നമ്മൾ വായിച്ചതേയില്ല. നിങ്ങൾക്ക് സമയമെടുത്ത് ഈ ഭാഗങ്ങളൊക്കെ എടുത്ത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. എല്ലാ പേജുകളും മനസ്സിലാക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യാം. ഇന്ന് നമ്മൾ ഈ സദൃശ്യവാക്യങ്ങളുടെ ഈ പേജുകളിലൂടെ, ഈ അധ്യായത്തിൽ, ഈ പുസ്തകത്തിലൂടെ നമ്മൾ യാത്ര ചെയ്തു. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ നടപ്പാക്കുന്നുണ്ട് എന്ന് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുന്നത് നല്ലതാണ്. പ്രൈസ് ഗോഡ്, സ്തോത്രം. നമ്മളുടെ ജീവിതത്തിൽ ഈ സദൃശവാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതായ ഈ അനുഗ്രഹിക്കപ്പെട്ടതായ വചനങ്ങളൊക്കെയും പ്രാവർത്തികമാക്കിക്കൊണ്ട് മുൻപോട്ട് പോയാൽ വിജയം കരസ്ഥമാക്കുവാനായിട്ട് സാധിക്കും, ജ്ഞാനം കരസ്ഥമാക്കുവാനായിട്ട് സാധിക്കും. നമ്മളുടെ ജീവിതത്തിൽ ഇടപെടുന്നതായ എല്ലാ ഏരിയകളിലും, പൊതുരംഗങ്ങളിലും, ഭവനങ്ങളിലും, സഭാ പ്രവർത്തനങ്ങളിലും ഒക്കെയും കർത്താവാൽ അനുഗ്രഹിക്കപ്പെട്ടവനായിട്ട് തീരുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ സാദൃശ്യവാക്യത്തിൽ കൂടെ നമ്മൾക്ക് പഠിക്കുവാനായിട്ട് സാധിച്ചത്. ഇത് നമ്മൾ അനുസരിച്ച് പോയാൽ തീർച്ചയായിട്ടും ഉയർച്ചയും അനുഗ്രഹവും നിശ്ചയമാണ് എന്നാണ് സദൃശവാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ ഈ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. തുടർന്ന് അടുത്ത ആഴ്ചയിൽ നമ്മൾക്ക് അടുത്ത ബുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.